ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും രാഷ്ട്രീയ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ക്വാർട്ടറിലെ മൂന്നാമത്തെ പാഠത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. കൃപയുടെ സ്മാരകങ്ങൾ. ഈ ആഴ്ചത്തെ പാഠപഠനത്തിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള വേദഭാഗങ്ങൾ യോശുവയുടെ പുസ്തകം 3-4 അധ്യായങ്ങൾ, സംഖ്യാപുസ്തകം 14 അധ്യായം, ലൂക്കോസ് 18 അധ്യായം, യോഹന്നാൻ 14 അധ്യായം, എബ്രായർ 3-4 അധ്യായങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നാം ഈ ആഴ്ചത്തെ വേദപഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ മനപ്പാഠവാക്യം യോശുവ 4:23-24 വാക്യങ്ങളാണ്. ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. യോശുവ 4:23-24 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഈ ആഴ്ചത്തെ പാഠം നാം പഠിക്കുന്നതിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് നമുക്ക് ദൈവം തന്ന നന്മകൾ, അവയുടെ സ്മാരകങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ മുൻകാല ജീവിതങ്ങളിൽ സ്മരണയ്ക്കായിട്ട്, സ്മാരകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്മരണയ്ക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സ്മാരകങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകളെക്കുറിച്ചുള്ള സ്മാരകങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നമ്മുടെ തലമുറകളിലേക്ക് ഈ സ്മാരകങ്ങളെ, ഈ ഓർമ്മകളെ നമ്മൾ നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ? അതിൽ നമ്മൾ എത്രമാത്രം വിജയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്നത് ഏത് ഭാഗത്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തലമുറകളായിട്ട് നമ്മൾ നമ്മുടെ മക്കളിലേക്ക്, അവരുടെ മക്കളിലേക്കൊക്കെ പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മൾ പലരും വിശ്വാസത്തിലേക്ക് വന്നത് മറ്റു പലരുടെയും വിശ്വാസം കണ്ട്, അവരുടെ പ്രവൃത്തികൾ കണ്ട്, അവരുടെ ജീവിത രീതികൾ കണ്ട്, അവർക്ക് ദൈവം ചെയ്ത നന്മകൾ കണ്ട് ഒക്കെയാണ് നമ്മൾ പലപ്പോഴും വിശ്വാസത്തിലേക്ക് നമ്മൾ പലരും ഈ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. മുമ്പ് നമ്മൾ ദൈവത്തെ അറിയാത്തവരായി ജീവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ നന്മയിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ ഈ നന്മ, നമ്മൾ അനുഭവിച്ച ഈ നന്മ അത് അടുത്ത തലമുറകളിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ദൗത്യം ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ വിജയിക്കുവാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യണം, ഇസ്രായേൽ മക്കളിലൂടെ ജീവിതത്തിലൂടെ നമ്മൾ ഇന്ന് അത് പഠിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, മനുഷ്യരെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും മറവിയുള്ളവരാണ്, അല്ലേ? പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട്. പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ പല കാര്യങ്ങൾ, ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അതിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ചില നിസ്സാര കാര്യങ്ങൾ കുഴപ്പമില്ല, ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ചില പിണക്കങ്ങളോ ഒക്കെ കൊണ്ട് അത് അവസാനിക്കാറുണ്ട്. എന്നാൽ അത് നമ്മുടെ സാധാരണ ഈ ഭൗതികമായ ജീവിതത്തിലെ കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ, നമുക്ക് തന്നിട്ടുള്ള ഈ കൃപ, അത് നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളത് മറന്നു പോകാറുണ്ട്. അത് നമുക്ക് തോന്നും അത് മറന്നതുകൊണ്ട് വലിയ പ്രയാസങ്ങളില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് താൽക്കാലികമായി തോന്നിയാലും അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ആ മറക്കലിലൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ പാഠം പഠിക്കുന്നതിലൂടെ നമ്മൾ
ദൈവം നമുക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് വീണ്ടും ഒരു പുനരവലോകനം, അല്ലെങ്കിൽ വീണ്ടും അതിനെ ഒന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്ത നന്മകൾ എന്തൊക്കെയാണ്, അതിനെ നമ്മൾ നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അതിനുള്ള സമയം ഇപ്പോഴാണ്. അത് നമുക്ക് പകർന്നു കൊടുക്കാനുള്ള സമയം ഇപ്പോഴാണ് എന്ന് ഈ പാഠം പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഈ ഇന്നത്തെ പാഠം യോശുവ 3-4 അധ്യായങ്ങളെ ആധാരമാക്കിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മോശയുടെ മരണത്തിന് ശേഷം ദൈവം മോശയുടെ സ്ഥാനത്തേക്ക് നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇനി ഇവരെ യോർദാനിൻ്റെ അപ്പുറം കടത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തിലേക്ക് ഈ ജനത്തെ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം യോശുവയിലാണ് ഫരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. യോശുവ ആ ഉത്തരവാദിത്വം ചെയ്യണമെങ്കിൽ, മുമ്പോട്ട് അത് ചെയ്ത് അവന് ആ വാഗ്ദത്ത ദേശത്തേക്ക് ഈ ജനങ്ങളെ കൊണ്ടെത്തിക്കണമെങ്കിൽ മോശയെ ഈ ജനങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ അതുപോലെ തന്നെ യോശുവയുടെ പ്രവർത്തികളെയും ഈ ജനങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കറിയാം, ചെങ്കടൽ പിളർന്നപ്പോൾ, അല്ലെങ്കിൽ ചെങ്കടലിനെ വിഭാഗിച്ച് അവരെ ദൈവം മിസ്രൈമിൽ നിന്ന് വഴി നടത്തി കൊണ്ടുവന്നപ്പോൾ അവരുടെ പിതാക്കന്മാരായിരുന്നു ഈ അത്ഭുതത്തെ കണ്ടത്, അല്ലേ? നമുക്കറിയാം, യോശുവ ഉൾപ്പെടുന്ന, മോശ ഉൾപ്പെടുന്ന, അഹരോൻ ഉൾപ്പെടുന്ന ആ ഒരു തലമുറ എന്ത് കണ്ടിട്ടുണ്ട്? ദൈവം ചെങ്കടൽ മിസ്രൈമിന്റെ മേൽ വീഴ്ത്തിയതും തങ്ങളെ അതിൽ നിന്ന് വളരെ അത്ഭുതകരമായി വരണ്ട നിലത്തിലൂടെ, അല്ലെങ്കിൽ ഉണങ്ങിയ നിലത്തിലൂടെ നടത്തിയതും അറിഞ്ഞ പിതാക്കന്മാർ ഇവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവരിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 40 വർഷത്തെ പ്രവാസത്തിൽ അവർ പലരും പട്ടുപോയിട്ടുണ്ട്. ചിലരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അവർക്കും ഒരു സാക്ഷ്യമാണ്, ഒരു ഓർമ്മ പുതുക്കലാണ്. അതുപോലെ തന്നെ ഈ വരുന്ന തലമുറ, അല്ലെങ്കിൽ ഇവരുടെ മക്കളുടെ മക്കൾ ഇവരെന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ദൈവം, ഇവരെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ഈ ദൈവം ഇപ്പോഴും ശക്തനാണ്. അതേ ദൈവം ഇന്നും നിലനിൽക്കുന്നു, ജീവിക്കുന്ന ദൈവമാണ് യഹോവ എന്ന് വീണ്ടും ഈ ഇസ്രായേൽ മക്കളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ ദൈവം വീണ്ടും ഒരു പുതിയ അത്ഭുതം കൂടി ഇസ്രായേൽ മക്കളുടെ നടുവിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതാണ് യോർദാൻ നദിയെ 2ആയിട്ട് വിഭാഗിച്ചുകൊണ്ട് അതിലൂടെ അപ്പുറം കടക്കുക, വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അപ്പം യോർദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാം വലിയൊരു നദിയൊന്നും അല്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഒഴുക്കുള്ള സമയത്ത് വളരെ ആഴമുള്ളതും നല്ല വെള്ളം ഒഴുക്കുള്ള സമയത്ത് അതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, അപ്പുറം കടക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇത് ഒരു സ്മാരകമായിട്ട് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ 40 വർഷം മുമ്പ് പ്രവർത്തിച്ച അതേ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇന്നും ദൈവം മതിയായവനാണ് എന്ന് ഇസ്രായേൽ മക്കളെ കാണിച്ചു കൊടുക്കുന്നു. അതേ ദൈവം ഇന്ന് നമ്മോടും പറയുകയാണ്, അന്ന് ചെങ്കടലിനെ വിഭാഗിച്ചുവെങ്കിൽ, ഇന്ന് യോർദാനെ വിഭാഗിച്ചുവെങ്കിൽ, നാളെ നമ്മുടെ ജീവിതത്തിലും വരുന്ന എല്ലാ പ്രത്യാഘാതങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും മാറ്റിക്കളയുവാൻ ഇന്ന് നമ്മുടെ ദൈവം ശക്തനാണ് എന്ന് ഇതേ ദൈവം നമ്മെ ഓരോരുത്തരെയും, അല്ല എങ്കിൽ എന്തിനു വേണ്ടി കാത്തിരിക്കുന്ന വാഗ്ദത്ത കനാൻ ദേശത്തേക്ക്, അല്ലെ നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം ഒന്നും കൂടി ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇന്നത്തെ പാഠത്തിലൂടെ. അപ്പം ഇന്നത്തെ പാഠം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, യോർദാനിലേക്ക് യോർദാൻ നദിയെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ അവരോട് പറയുന്നു. അവരോട് ഇപ്രകാരമാണ് പറയുന്നത്. യോശുവ 3:5 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് യോശുവയും ഇസ്രായേൽ മക്കൾ എല്ലാവരും യോർദാൻ്റെ ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഇനി യോർദാൻ കടന്ന് അവർക്ക് അപ്പുറത്തേക്ക് അവർക്ക് കടക്കണം. അതിന് മുമ്പായിട്ട് ഈ യഹൂദരായിട്ടുള്ള ഇവർ, അല്ലെങ്കിൽ ഇസ്രായേലിയരായിട്ടുള്ള ഇവരെന്ത് ചെയ്യണം? അവരെ തന്നെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ശുദ്ധീകരിക്കുകയും അവരെന്ത് ചെയ്യണം? ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ അവർ വീണ്ടും കടന്നു പോകുവാനായിട്ട് അവരോട് പറയുന്നു. അവരെല്ലാവരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ അവരോട് പറയുന്നു, നിങ്ങളുടെ മുമ്പായിട്ട് എന്ത് ചെയ്യും?
പുരോഹിതന്മാർ എന്ത് ചെയ്യും? ഈ ദൈവത്തിൻ്റെ നിയമ പെട്ടകവുമായിട്ട് അവർ നിങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യും? നടക്കുമെന്ന് അവിടെ പറയുന്നു. നിങ്ങൾ അതിനോട് എന്ത് ചെയ്യണം? പെട്ടകത്തോട് അടുത്ത് വരരുത്. നിങ്ങളൊരു 1/2 കിലോമീറ്റർ പെട്ടകവുമായിട്ട് ദൂരം നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നു. 1/2 കിലോമീറ്റർ മുമ്പായിട്ട് ആര് നടക്കും? ഈ പുരോഹിതന്മാർ പെട്ടകവും വഹിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ നിയമ പെട്ടകവും വഹിച്ചുകൊണ്ട് നടക്കും. അതിന് പുറകിലായിട്ട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യണം? വരിവരിയായിട്ട് ഈ യോർദാൻ കടക്കുവാനായിട്ട് പോകേണ്ടതായിട്ട് അവരോടൊരു നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നു. അതിന് മുമ്പായിട്ട് അവരെ തന്നെ ശുദ്ധീകരിക്കുവാനും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ നിയമ പെട്ടകം എന്ന് പറയുമ്പോൾ ഇസ്രായേലിയർക്ക് അത് വളരെ പ്രധാനമുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് നിയമപെട്ടകം എന്ന് പറയുന്നത്. നിയമപെട്ടകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നിയമപെട്ടകത്തിനകത്ത് 3 വസ്തുക്കളുണ്ട്. അതിലൊന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളാണ്, അല്ലെങ്കിൽ ദൈവം തൻ്റെ സ്വന്തം വിരലുകളാൽ എഴുതിയ 10 കൽപ്പനകളാണ് അതിനകത്തുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് അതിനകത്തുള്ളത് അഹരോൻ്റെ വടിയാണ്. മൂന്നാമതായിട്ട് അതിനകത്തുള്ളത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അതിനകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളും ദൈവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ദൈവത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൽപ്പനകൾ എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? നമുക്ക് ഒറ്റ വാക്യത്തിൽ പറയുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, അല്ലേ? ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത്. നമ്മൾ 10 കൽപ്പനകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തെ കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ എന്തൊക്കെ സ്വഭാവ വിശേഷതകൾ നമുക്ക് കാണുവാൻ സാധിക്കും? സ്നേഹം കാണുവാൻ സാധിക്കും, വിശ്വസ്തത കാണുവാൻ സാധിക്കും, അല്ലേ? നമുക്ക് എന്താണ്? വിശുദ്ധി അവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇതൊക്കെയും ദർശിക്കുവാൻ എന്ത് ചെയ്യും? ഈ 10 കൽപ്പനകൾ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ അഹരോൻ്റെ വടി എന്ന് പറയുമ്പോൾ വടി എപ്പോഴും നേതൃത്വത്തെയാണ് കാണിക്കുന്നത്, അല്ലേ? നേതൃത്വത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഇടയന്മാരാണ് വടി ഉപയോഗിക്കുന്നത്, നേതൃത്വത്തെ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് ദൈവമാണ് ഇസ്രായേലിയരെ എന്ത് ചെയ്യുന്നത്? നയിച്ചു കൊണ്ടുപോകുന്നത്. ഈ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി അവരെ നയിക്കുന്നത് ദൈവമാണ് എന്ന് അഹരോൻ്റെ വടി കാണിക്കുന്നു, അല്ലെങ്കിൽ ദൈവിക നടത്തിപ്പിനെയാണ് അഹരോൻ്റെ വടി കാണിക്കുന്നത്. മൂന്നാമതായിട്ട് മന്ന കാണിക്കുന്നത് എന്തിനെയാണ്? ദൈവത്തിൻ്റെ കരുതലിനെയാണ്, അല്ലേ? നമുക്കറിയാം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിച്ച് അവർ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഭക്ഷണമൊക്കെയും തീർന്നുപോയി, അല്ലേ? അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അവർ അവിടങ്ങളിൽ പാളയം ഇറങ്ങി അവിടുത്തെ ഈന്തപ്പഴവും ഒക്കെ കൊണ്ട് അവർ ഉപജീവിക്കുന്ന ഇസ്രായേൽ മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദൈവം അവർക്ക് മന്ന കൊടുത്തു, അല്ലേ? സ്വർഗീയ ഭക്ഷണം, അല്ലെങ്കിൽ ശക്തന്മാരുടെ ഭക്ഷണമായ മന്ന അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇസ്രായേലിൻ കടക്കുന്നോടം വരെ, യോർദാൻ അക്കരെ വരെ എന്ത് അവർക്ക് ലഭിച്ചിട്ടുണ്ട്? മന്ന അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ തൃപ്തരായിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? ദൈവത്തിൻ്റെ കരുതലിനെ കാണിക്കുന്നു. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ജീവൻ്റെ അപ്പമാണ്. ജീവൻ്റെ അപ്പം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ പെട്ടകത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്താണ്? ശുദ്ധീകരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അവരോട് കൂടെ ഉള്ളത് കൊണ്ട് അവർ ശുദ്ധിയുള്ളവരായിരിക്കുവാനായിട്ട് അവിടെ ദൈവം പറയുന്നു. അത് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട്, നിങ്ങളിലുള്ള എന്തെങ്കിലും ഒരു കഴിവ് കൊണ്ട് നിങ്ങൾക്ക് ഈ യോർദാനെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? മുറിച്ചു കടക്കുവാനായിട്ട് സാധിക്കത്തില്ല. അവരൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഇപ്പം ഇത്രയും അടുത്തെത്തിയില്ലേ, ഇനി ഈ ഒരു തോട് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു നദി കടന്നു കഴിഞ്ഞാൽ ഇനി വാഗ്ദത്ത ദേശത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്, അത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കടക്കാം, അല്ലെങ്കിൽ ഇത്രത്തോളം മതി എന്നൊക്കെ അവർ ചിന്തിച്ച ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നായിരിക്കാം. നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു ചിന്തകളുടെയും ആവശ്യമില്ല, അല്ലെങ്കിൽ അതൊരു തെറ്റായ ചിന്താഗതിയാണ് എന്നും, നമുക്ക് എന്തെങ്കിലും, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടും ദൈവത്തിൻ്റെ ആ പ്രവൃത്തി നമ്മളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവുകൾ കൊണ്ടല്ല, പിന്നെയോ അത് ദൈവത്തിന് നമ്മോടുള്ള കരുണ കൊണ്ടും അവന് നമ്മോട് കാണിക്കുന്ന ആ പ്രതിപത്തി കൊണ്ടുമാണ് നമുക്ക് ആ വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം ഇന്നത്തെ ഈ പാഠം പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ഈ യോർദാനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇവിടുന്ന് നമ്മൾ വെളിയിൽ കടക്കേണ്ടതുണ്ട്. ആ വെളിയിൽ കടക്കണമെങ്കിൽ നമുക്ക് സ്വയത്തിൽ ആശ്രയിക്കാൻ എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. നമ്മുടെ ആശ്രയം നമ്മൾ എവിടെ വെക്കണം? ദൈവത്തിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കുകയും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവത്തിൻ്റെ പെട്ടകത്തിന്, അല്ലെങ്കിൽ അതിനകത്തുള്ള ദൈവത്തിൻ്റെ എന്തിനാണ് പറയുക, ദൈവത്തിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടുകയും അവനെ അനുസരിക്കുവാൻ നമ്മൾ അവൻ്റെ അനുസരണത്തിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ
ദൈവത്തിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യണമെന്ന് ഇവിടെ പറയുന്നു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ നേതൃത്വത്തെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അതുമാത്രമല്ല, നമുക്ക് എന്തുകൊണ്ട് ഉണ്ടായിരിക്കണം? ജീവൻ്റെ അപ്പമായ അല്ലെങ്കിൽ മന്നയായ ക്രിസ്തുവും നമ്മോട് കൂടെ ഈ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് ഉണ്ടായിരിക്കണമെന്ന് ആത്മീയ ഇസ്രായേലരായ നമ്മോട് ദൈവം ഇന്ന് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വന്നാൽ, അവിടെ അത്ഭുതങ്ങളുടെ ജീവനുള്ള ദൈവം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്ഭുതങ്ങളുടെ ജീവനുള്ള ദൈവം, ഇത് ഇസ്രായേൽ മക്കളെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കുവാൻ വേറെ ആർക്കാണ് സാധിക്കുന്നത്, അല്ലേ? നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ തുടക്കം മുതൽ, അല്ലെങ്കിൽ അവരെ മിസ്രൈമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ മോശ തീരുമാനിച്ച ആ നിമിഷം മുതൽ അവിടെ നടന്നത് ഓരോരോ അത്ഭുതങ്ങളാണ്. ഓരോ ദിവസവും അവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടുകൊണ്ടാണ് അവർ ഉണർന്നിരുന്നത്. ആ നിഴലിലാണ് അവർ പാർത്തിരുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ നിഴലിലാണ് പാർത്തൊരു ജനമാണ്, അല്ലേ? നമുക്കറിയാം, ചെങ്കടലിൻ്റെ വിഭാഗിച്ചത് മുതൽ അവരിങ്ങോട്ട് അനുഭവിച്ച, അല്ലെങ്കിൽ മിസ്രൈമിൽ വെച്ച് തന്നെ അവർ ദൈവത്തിൻ്റെ ഈ ശക്തിയുള്ള ഭുജം അവർക്ക് വെളിപ്പെട്ടതാണ്, അവരത് മനസ്സിലാക്കിയതാണ്, അല്ലേ? ആ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവരോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവം ഇന്നും എങ്ങനെയുള്ള ദൈവമാണ്? ജീവനുള്ള ദൈവം തന്നെയാണ് എന്ന് അവിടെ ദൈവം ഓർമ്മിപ്പിക്കുന്നതായിട്ട്, അവരോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നു. നമ്മൾ ഇരമ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ മുമ്പ് വായിക്കുമ്പോൾ അതിൻ്റെ അവസാന വാക്യം ഇപ്രകാരം പറയുന്നു: മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സാധ്യം എന്നാണ് അവിടെ പറയുന്നത്. അപ്പം നമ്മൾക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ നമുക്ക് ചില പ്രതിസന്ധികൾ, ചില പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവം ഇതിനെ ഞാൻ എങ്ങനെ തരണം ചെയ്യും, അല്ലെങ്കിൽ ഇതിനെ എനിക്ക് മറികടക്കുവാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, മനുഷ്യരാൽ ഇതെന്താണ്? അസാധ്യമാണ്. നിന്നെ കൊണ്ടൊന്നും ചെയ്യുവാൻ എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. പക്ഷെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ദുർഘടങ്ങളെ എല്ലാം സമഭൂമിയാക്കി നിന്റെ മുമ്പിൽ മാറ്റുവാനായിട്ട് ഈ ജീവനുള്ള ദൈവത്തിന് സാധിക്കും. അവൻ്റെ കൈ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? കുറുകിയിട്ടില്ല എന്ന് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം ഈ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ദൈവമാണ് എന്നും ജീവിക്കുന്ന ദൈവമാണ് എന്നും ഇസ്രായേലിയർക്ക് മാത്രമല്ല, അവർ കടന്നു വന്ന പ്രദേശങ്ങളിലുള്ള സകല ജാതികൾക്കും അത് എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവം നിസ്സാരക്കാരനല്ല. ഇവനോട് കളിക്കുന്നത്, ഈ ദൈവത്തോട് കളിക്കുന്നത് എങ്ങനെയായിരിക്കണം? സൂക്ഷിച്ചായിരിക്കണമെന്ന് ആ ചുറ്റുമുള്ള ജാതികളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേ പേടി തന്നെ ഇവർ കീഴടക്കാൻ പോകുന്ന കനാന്യർക്കുമുണ്ട്, അല്ലേ? അവർക്കും അറിയാം ഇവരെന്ത് ചെയ്യുകയാണ്. ഇവർ വന്ന വഴികളിലൊക്കെ ഇവർ ചെയ്ത യുദ്ധങ്ങളെക്കുറിച്ച്, അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാതിരിക്കെ തന്നെ അവർ ചെയ്ത യുദ്ധങ്ങളെക്കുറിച്ച് ആർക്കറിവുണ്ട്? യഹോവയാണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തതെന്നാണ് പറയുന്നത്. ഇതിനെയൊക്കെ ഈ ജാതികൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം അവരുടെ മുമ്പിൽ നിന്ന് ദൈവം പറയുകയാണ്, ഞാൻ എന്താണ്? ഇതൊക്കെയും ഉണ്ടാക്കിയ ദൈവമാണ്, അല്ലേ? അതായത് സങ്കീർത്തനക്കാരൻ 96-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളാകുന്നു, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു, അല്ലേ? നമുക്ക് വെളിപാടിൻ്റെ പുസ്തകം നോക്കിയാലും അവിടെ പറയുന്നത് എന്താണ്? സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവരോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഈ ഇതിലേക്ക് വരിക, ഈ നീരുറവയെ ഉണ്ടാക്കിയ ദൈവത്തിങ്കിലേക്ക്, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും ഉണ്ടാക്കിയ ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് ദൈവം അവിടെ ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ ഈ യോർദാനെ വിഭാഗിച്ചതിലൂടെ വീണ്ടും ദൈവം പറയുകയാണ്, ഞാൻ എന്താണ്? ജീവനുള്ള ദൈവമാണ്. സകലത്തെ സൃഷ്ടിച്ച, നിങ്ങളെ ഇത്രയും നാൾ വഴി നടത്തി ഇവിടം വരെ കൊണ്ടുവന്ന ഞാൻ എന്താണ്? ജീവനുള്ള ദൈവമാണ് എന്ന് അവിടെ വീണ്ടും ഈ യോർദാനെ വിഭാഗിച്ചതിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ യോർദാനെ വിഭാഗിച്ചതിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ
നമുക്കറിയാം ചെങ്കടലിനെ വിഭാഗിച്ചത് കണ്ടത് അവരുടെ പിതാക്കന്മാരാണെങ്കിൽ ഈ യോർദാനെ വിഭാഗിച്ചത് കാണുന്ന അവരുടെ തലമുറകളാണ്, അല്ലേ? അവർക്കും ദൈവത്തെക്കുറിച്ച് ഒരു അറിവ്, അല്ലെങ്കിൽ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതല്ല, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു. പക്ഷെ അവർ വന്ന വഴികൾ എവിടുന്നാണ്? മരുഭൂമിയിൽ അവരുടെ യാത്രയിലായിരുന്നു. അവർക്ക് ഒന്നിനും മുട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ അവർക്ക് ആവശ്യമായ മന്ന അവർക്ക് ലഭിച്ചിരുന്നു, അവർക്ക് ആവശ്യമായ വെള്ളം എല്ലാം അവർക്ക് ലഭിച്ചിരുന്നു, അല്ലെ? എല്ലാം നൽകിയത് ആരാണ്? ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ എന്താണ്? ഇതൊക്കെയും മറക്കുവാനുള്ള സാധ്യതകളുണ്ട്, അല്ലേ? നമുക്ക് തന്നെ അറിയാം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഓർമ്മകളില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനഃപൂർവ്വം മറക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ സമയം എന്ത് ചെയ്യാണ്? സമയം എന്നുള്ളത് അത് കടന്നു പോകുന്തോറും ചില കാര്യങ്ങൾ നമ്മൾ മറക്കുകയും ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാക്കന്മാർ അവരോട് പറഞ്ഞു കേട്ട കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും അവരെന്ത് ചെയ്യണം? ആ പറഞ്ഞു കേട്ട അത്ഭുതം വീണ്ടും അവരുടെ കണ്ണിൽ അവർ കാണുന്നതാണ് യോർദാൻ്റെ ഈ വിഭജനത്തിലൂടെ അവർക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോഴാണ് പറയുന്നത് എന്താണ്? ഞാൻ ജീവനുള്ള ദൈവമാണ്, അല്ലെങ്കിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ഇനിയും ശക്തിയുള്ള ദൈവമാണ് ഞാനെന്ന് ദൈവം ഒരിക്കൽ കൂടി അവരോട് ആ പ്രവൃത്തിയിലൂടെ അറിയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അടുത്ത ചൊവ്വാഴ്ചത്തെ ഭാഗമാണ് ഓർക്കുക എന്ന ഭാഗം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യോർദാനിലേക്ക് പുരോഹിതന്മാർ എന്ത് ചെയ്തു? അവർ ഈ നിയമപ്പെട്ടകവുമായിട്ട്, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകവുമായിട്ട് യോർദാനിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ യോർദാൻ നദി വിഭാഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പുരോഹിതന്മാർ ഈ പെട്ടകവുമായിട്ട് അതിൻ്റെ നടുവിൽ പോയി നിന്നു. ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ മക്കള്, പഴയ തലമുറയിലുള്ളവരും പഴയ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവരും പുതിയ തലമുറയിലെ ഓരോ കുഞ്ഞുങ്ങളും അതിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് അവരെന്ത് ചെയ്യുകയാണ്? അതിൻ്റെ നടുക്കൂടി അവർ നടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ സമയമൊക്കെയും പുരോഹിതന്മാർ ഈ പെട്ടകവുമായിട്ട് ആ യോർദാൻ്റെ നടുക്ക് നിൽക്കുന്നു. ജനമൊക്കെയും അക്കരെ കടന്നതിന് ശേഷം ആണ് പുരോഹിതന്മാർ എന്ത് ചെയ്തത്? അവർ ഈ നദിയിൽ നിന്ന് തീരത്തേക്ക് കയറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ യോശുവ അവരോട് പറയുന്നു, നിങ്ങളെന്താണ് ഓരോ ഗോത്രത്തിനെ പ്രതിനിധാനം ചെയ്ത് ഓരോ കല്ലുകളും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യോർദാൻ്റെ നടുവിൽ നിന്ന് നിങ്ങൾ എടുത്ത് അതെന്ത് ചെയ്യണം? അതിൻ്റെ തീരത്ത് നിങ്ങൾ നാട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ പാളയം ഇറങ്ങുന്നിടത്ത് നിങ്ങൾ നിർത്തണമെന്ന് അവിടെ അവരോട് ഒരു ആജ്ഞ അവർക്ക് കൊടുക്കുന്നു. അതിന് പ്രകാരം ഓരോ ഗോത്രത്തിലുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഓരോ കല്ലുകൾ പിറക്കി ഒരു സ്മാരകമായിട്ട് അവിടെ വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ സ്മാരകം എന്ന് പറയുന്നത് ഈ ഓർമ്മപ്പെടുത്തൽ, ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇസ്രയേലിൻ്റെ ദൈവം എന്താണ്? ഇപ്പോഴും ജീവനുള്ള ദൈവമാണ്. ആ ദൈവം നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ചെങ്കടൽ വറ്റിച്ചിട്ടുണ്ട്. അതേ ദൈവം ഇന്ന് നിങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് കടത്തുന്നതിനായിട്ട് യോർദാൻ വറ്റിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് അവിടെ അത് സ്ഥാപിക്കുവാനായിട്ട് അവിടെ പറയുന്നു. അവിടെ അത് സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ സ്മാരകം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, വചനത്തിലുടനീളം ഓരോ സ്മാരകങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അല്ലേ? ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മളൊരു മഴവില്ലിനെ കാണുന്നുണ്ട്, അല്ലേ? അതെന്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ അത് എന്തിൻ്റെ സ്മാരകമാണ്? ദൈവം ഇനി ഒരിക്കലും ഈ ഭൂമിയെ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു സ്മാരകം അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി 9:12 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളം എന്നാണ് അവിടെ പറയുന്നത്, അല്ലേ? അപ്പം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇതെന്താണ്? തലമുറയോളം. അപ്പം ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ മഴവില്ല് കാണുമ്പം പറയാറുണ്ട്, ഇത് യേശുപ്പച്ചൻ്റെ വില്ലാണ്, അല്ലെങ്കിൽ ഇത് എന്തിൻ്റെ പ്രതീകമാണ്? ഇനി ഒരിക്കലും, അല്ലേ, ജനത്തെ മുഴുവനായിട്ട് ഭൂമിയിൽ നിന്ന് സകല ജീവജന്തുക്കളെയും, നാം ഉൾപ്പെടുന്ന സകല ജീവജന്തുക്കളെയും ഒരിക്കലും ഇനി എന്ത് ചെയ്യത്തില്ല? വെള്ളത്താൽ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ നിയമം, നമ്മളുമായിട്ടുള്ള ഭൂമിയുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു വാഗ്ദത്തമാണ് ഈ മഴവില്ല് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അല്ലേ?
അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പെസഹ ആചരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ. പെസഹ എന്തിനു വേണ്ടിയാണ് ആചരിച്ചത്? നമുക്കറിയാം, ഇസ്രയേലിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവസാന ബാധ ആയിട്ട് ദൈവം അവിടെ എന്താണ് കൊടുത്തത്? മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ എല്ലാം എന്ത് ചെയ്തു? സംഹരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ബാധയിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രയേലിയരെ ആ ബാധയിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ അവരുടെ വീടിൻ്റെ കട്ടിളപ്പടിമേൽ എന്തു കാണണമെന്നാണ് പറഞ്ഞത്? രക്തം തളിക്കണമെന്നാണ് പറയുന്നത്. അന്ന് ഇസ്രയേൽ മക്കൾ എല്ലാവരും എന്ത് ചെയ്തു? ആടിനെ അറുത്ത് അതിൻ്റെ രക്തം എന്ത് ചെയ്തു? ഈ കുറുപ്പടിമേലും ഈ കട്ടിളമേലും ഒക്കെ അവർ തൂക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് കാണുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ വിട്ടു പോകുമെന്നാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ സംഹാര ദൂതൻ ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഈ രക്തം കണ്ട വാതിലുകളിലൊന്നും എന്ത് ചെയ്തില്ല? മരണം പ്രവേശിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ബാധ അവരെ ഇസ്രായേൽ മക്കൾക്ക് യാതൊരു ദോഷവും ചെയ്തില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവം പറയുന്നു, ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആചരിക്കണം. ഇതൊരു ഉത്സവമായിട്ട് നിങ്ങൾ ആചരിക്കണം. ഇത് തലമുറ തലമുറയായിട്ട് നിങ്ങൾക്ക് നിത്യ നിയമമായിരിക്കണം എന്ന് അവിടെ പറയുന്നു അല്ലേ. മിസ്രൈമിൽ നിന്നുള്ള വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പെസഹ ആഘോഷിക്കാനായിട്ട് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പം എന്താണ്? ഇത് നമുക്ക് ഒരു ഓർമ്മയായിരിക്കണമെന്നും അവിടെ പറയുന്നു. മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ശബത്തിനെ കുറിച്ചാണ്. ശബത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉൽപ്പത്തിയിൽ നമ്മൾ ശബത്തിനെ കുറിച്ച് കാണുന്നുണ്ട്. സൃഷ്ടിയുടെ സ്മാരകമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ശബത്തിനെ ആചരിക്കണം എന്ന് പറയുന്നത് ോടൊപ്പം തന്നെ നമ്മൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? ഇത് നിങ്ങളെ എന്താണ്? മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത യഹോവ എന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ശബത്തുകളെ നിങ്ങൾ ആചരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ശബത്ത് എന്ന് പറയുന്നത് സൃഷ്ടിപ്പിൻ്റെയും മിസ്രൈമിൻ്റെ അടിമത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്തതിൻ്റെയും ഒരു സ്മാരകമാണ് ശബത്ത് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എവിടെയുണ്ട്? ദൈവത്തിൻ്റെ വചനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നമുക്ക് ഓർമ്മയുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ദൈവം നമുക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് നമ്മൾ ഓർമ്മയുള്ളവരായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്മാരകമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ ഓർമ്മപ്പെടുത്തലുകൾ എന്ന് പറയുമ്പോൾ ഇത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നുള്ളത് നഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഭരണഘടന എഴുതിയത് ആരാണ്? ഡോക്ടർ അംബേദ്കർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്? നമ്മളെ ഇത് കൊച്ചിലെ മുതലേ നമ്മൾ സ്കൂളുകളിൽ ഇത് പഠിച്ചത് കൊണ്ടാണ് നമുക്കിത് അറിയാൻ സാധിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഏത് സർക്കാർ ഓഫീസുകളിൽ പോയാലും അല്ലേ, ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ, കോടതിയിൽ പോയാൽ, വില്ലേജിൽ പോയാൽ, എന്താണ് മുനിസിപ്പാലിറ്റി പോയാൽ, നമ്മൾ ഏത് ഓഫീസുകളിൽ ചെന്നാലും അവിടെ എല്ലാം നമുക്ക് ഗാന്ധിജിയുടെ പടം കാണാൻ പറ്റും അല്ലേ, ചിത്രം കാണാൻ പറ്റും, അംബേദ്കറിൻ്റെ ചിത്രം കാണാൻ പറ്റും. ഇവരാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ക്രമീകരിച്ചത്, അല്ലെങ്കിൽ രൂപീകരിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി തീർക്കുവാൻ അവർ ചെയ്ത സംഭാവനകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ എന്താണ് സ്കൂളുകളിലെ പഠിക്കുന്നതാണ് അല്ലേ. അപ്പം ഇത്ര ചെറുപ്പത്തിലെ മുതലേ നമ്മളത് പഠിക്കുന്നത് കൊണ്ട് നമ്മളത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മറക്കുന്നില്ല. അതിങ്ങനെ തലമുറകളായിട്ട്, അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിൽ തലമുറകളായിട്ട് ഈ കാര്യം എന്ത് ചെയ്യുകയാണ്, അവരുടെ ഹൃദയത്തിൽ അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പം സ്മാരകം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഈ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ സ്മാരകങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തലമുറകളിലേക്ക് ഈ സ്മാരകങ്ങളെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുക എന്നുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ നല്ല വ്യക്തമായും ഭംഗിയായും നിർവഹിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ അതിനുവേണ്ടിയാണ് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ആരായിരിക്കണം, നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ ഉത്തരവാദിത്വം എന്തായിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മ അടുത്ത തലമുറകളിലേക്ക്, അല്ലെങ്കിൽ ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങൾ, ഇന്നും ജീവിക്കുന്ന ആ ദൈവത്തെക്കുറിച്ച് അടുത്ത തലമുറകളിലേക്ക് പറയുക എന്നുള്ള ദൗത്യമാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മറവി എന്ന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പം, മറവി എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അല്ലേ.
നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മറക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോഴായിരിക്കും എന്താണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കില്ല. പലപ്പോഴും നമ്മൾ തിരിച്ചു വരും, മറന്നു പോയിട്ട് തിരിച്ചു വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഓഫീസിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും ചെല്ലുന്നത്, എന്നാൽ വേണ്ട രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയില്ല. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഒരു മനുഷ്യൻ നമ്മോടൊരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മളത് ഓർത്തിരിക്കും. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും, ഓ ഞങ്ങൾ ക്ഷമിച്ചു, ഞങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എന്താണ് നമുക്ക് പലപ്പോഴും അത് ക്ഷമിക്കുവാനായിട്ട് എന്ത് ചെയ്തില്ല, സാധിക്കത്തില്ല. മറവി എന്ന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? മറവിയുണ്ട്, അല്ലേ? ചെറുതും വലുതുമായ പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഈ മറവി വരുമ്പോൾ അത് എത്രമാത്രം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ കണ്ടത്രയും അത്ഭുതം സത്യം പറഞ്ഞാൽ ഒരു ജാതിയും ഇതുവരെയും അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, അല്ലേ? നമ്മുടെ തന്നെ ജീവിതത്തിൽ തന്നെ ഇത്രയും വലിയ അത്ഭുതങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ നേരിൽ കണ്ടവരാണ്, അല്ലേ? അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവെന്താണെന്നുള്ളത് മനസ്സിലാക്കിയവരും അത് അറിഞ്ഞവരുമാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? തെറ്റിലേക്ക് വീണ് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അല്ലെങ്കിൽ അവർ ആ നന്മ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ തെറ്റിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്, അല്ലേ? അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഈ മറവി, ദൈവത്തെ മറക്കുക, ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള നന്മകളെക്കുറിച്ച് മറക്കുക, ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക, അതിനെ മൂടി വയ്ക്കുക, ഇതൊക്കെ എന്താണ്? വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ മറക്കുവാൻ എന്ത് ചെയ്യില്ല, പാടില്ല എന്നാണ് പറയുന്നത്. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് നമ്മുടെ തലമുറകളോട് നമ്മൾ എന്ത് ചെയ്യണം? പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് പറയുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഈ മറവി എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ സംഖ്യാപുസ്തകം 3:7 നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് നമുക്ക് വരുമ്പോൾ ആവർത്തന പുസ്തകം 8:2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് തുടർന്ന് നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നീയാണ് ഈ സമ്പത്ത് ഉണ്ടാക്കിയതെന്ന് നീ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കുവാൻ നിന്നെ സഹായിച്ചത് ആരാണ്? അത് നിന്റെ ദൈവമാണ് എന്നവിടെ പറയുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ മിസ്രൈമിൽ നിന്ന് അവർ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തിൽ നിന്നാണ് വന്നത്? അടിമത്തത്തിൽ നിന്നാണ് വന്നത്, അല്ലേ? അടിമത്തത്തിൽ നിന്ന് വന്ന ഒരു ജനം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കൊള്ളയുമായിട്ടാണ് അവർ വന്നത്. ആ കൊള്ളകളൊക്കെയും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ മിസ്രൈമിൽ നിന്ന് വന്ന ഇവരെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ഭാഗം അവരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, ദൈവം ഇവരെ ഈ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കടത്തുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്? വീണ്ടും അവർ സമ്പന്നരാവുകയാണ് ചെയ്തത്. കാരണം അവർക്കൊരിക്കലും വീട് പണിയേണ്ടി വന്നിട്ടില്ല. അവർക്ക് ആ പുതിയ രാജ്യത്ത് ചെന്ന് അവർക്ക് കിണർ ഒഴിക്കേണ്ടി വന്നില്ല, അല്ലേ? അവർക്ക് മുന്തിരി നട്ടുണ്ടാക്കേണ്ടി വന്നില്ല. ഗോതമ്പോ യവമോ ഒന്നും അവർക്ക് കിളിപ്പിക്കേണ്ടി വന്നില്ല. ഇതെല്ലാം എന്താണ്? കൊയ്ത്ത് കാലത്താണ് ഇവരെവിടെ ചെന്നത്? ഈ യോർദാൻ കടന്ന് അവർ യെരുശലേമിലേക്ക് അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് അവർ ചെല്ലുന്നത്, വാഗ്ദത്ത ദേശത്തേക്ക് അവർ ചെല്ലുന്നത്. എല്ലാം സമൃദ്ധമായിട്ടെല്ലാം വിളഞ്ഞ പാകമായി, വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന സമയത്ത് ആ വിളവെടുക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഈ ഇസ്രായേൽ മക്കളെ അവിടേക്ക് അയക്കുന്നത്, അല്ലേ? എന്തൊരു അത്ഭുതമാണ്! ഈ ജനം അവരെങ്ങനെയുള്ള ജനമായിരുന്നു? അടിമത്തത്തിലിരുന്ന ജനം ഇന്ന് സമ്പന്നതയിലേക്ക് അവരെന്ത് ചെയ്തിരിക്കുകയാണ്? വന്നിരിക്കുകയാണ്.
ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം അവർക്ക് ഈ ആവർത്തന പുസ്തകം 18-ാം അധ്യായമൊക്കെ 8-ാം അധ്യായം 18-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല, ഇതൊക്കെ നിന്റെ കൈകൊണ്ട് നീ ഉണ്ടാക്കിയെന്ന് പറയാൻ പാടില്ല, ഇതൊക്കെ നിനക്ക് തന്നത് നിന്റെ ദൈവമാണ് എന്ന് നീ ഓർത്തു കൊള്ളണമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ അത് എന്ത് ചെയ്യും, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് ഇടയായിത്തീരുമെന്നാണ് പറയുന്നത്. സമ്പത്ത് ഉണ്ടാകുന്ന എല്ലാവരും അങ്ങനെ അകലണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സമ്പത്തുള്ള പലരും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം തന്നെ പറയുന്നുണ്ട്, എന്താണ്, സമ്പത്തുള്ളവർക്ക് എന്താണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അല്പം പാടുള്ള കാര്യമാണ്, അല്ലേ? നമുക്ക് തന്നെ അറിയാം, ദൈവം പറയുന്നത് നമ്മുടെ എന്താണ്, നമുക്ക് എന്തിനെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അതാണ് നമ്മൾ, അല്ലേ? ഇപ്പം നമ്മൾ സമ്പത്തിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അതാണ് നമ്മൾ ദൈവത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളതിനെയൊക്കെ നിസ്സാരമെന്ന് കരുതും. ദൈവം നമ്മളെ നടത്തുമെന്ന് നമ്മൾ എന്ത് ചെയ്യും, വിശ്വസിക്കും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ദൈവം നടത്തുന്നവർക്ക് ഒന്നിൻ്റെയും കുറവ് വരത്തില്ല എന്നുള്ളതാണ് സത്യം. ദൈവം നടത്തുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ദൈവത്തിന് അറിയാം അതെങ്ങനെ പരിഹരിക്കണം, അതിനെ എങ്ങനെ തരണം ചെയ്യണം, എപ്പോൾ നമുക്ക് തരണം എന്നുള്ളത് ദൈവത്തിന് അറിയാം, അല്ലേ? നമുക്ക് ഭക്ഷണമാണെങ്കിലും ശരി, മറ്റ് പല കാര്യങ്ങളും, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. തുറക്കാത്ത വാതിലുകളെ തുറക്കുവാൻ കഴിയുന്നവനാണ് ദൈവം, അല്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്കും ഒരു വാതിലും അടയ്ക്കുവാൻ സാധിക്കത്തില്ല. നമ്മുടെ മുമ്പിൽ വാതിൽ അടയ്ക്കുവാൻ പലർക്കും സാധിക്കും. നമ്മളെ ഇഷ്ടമില്ലാത്തവർക്കും നമ്മളോട് താല്പര്യമില്ലാത്തവർക്കും നമ്മുടെ കഴിവുകളിൽ വിശ്വാസമില്ലാത്തവരൊക്കെ നമ്മുടെ മുമ്പിൽ വാതിലടയ്ക്കുന്നവരാണ്. എന്നാൽ പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ വാതിലടയ്ക്കുവാൻ എന്ത് ചെയ്യത്തില്ല, ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ ദൈവത്താലാണ് സകലവും സാധിക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർമ്മയിൽ വെക്കണം. ഈ മറവി, ആത്മീയമായിട്ടുള്ള ഈ മറവി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് വലിയ ആവശ്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇത് നമ്മളിൽ പലർക്കുമുണ്ട് ഇത്തരത്തിലുള്ള മറവി. എന്നാൽ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതിന് തരണം ചെയ്യുവാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്തടുത്ത് ജീവിച്ചാൽ മാത്രമേ. അതുകൊണ്ടാണ് പറയുന്നത്, നീ നടക്കുമ്പോഴും, നീ ഇരിക്കുമ്പോഴും, നീ കിടക്കുമ്പോഴും, നീ സംസാരിക്കുമ്പോഴും, നീ ജോലി ചെയ്യുമ്പോഴും, നീ എന്ത് ചെയ്താലും ഈ ദൈവത്തിൻ്റെ നിയമങ്ങളെ, അല്ലെങ്കിൽ ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള ഈ ഉപദേശങ്ങളെ നീ വായിക്കുകയും നീ അത് മനസ്സിലാക്കുകയും നിന്റെ തലമുറകളിലേക്ക് നീ അത് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ തലമുറകളൊക്കെയും എന്തായി പോവും, അവർ നശിച്ചു പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവർ യോർദാൻ അപ്പുറം കടന്നു, അല്ലേ? അവർ യോർദാൻ കടന്നു, അവർ സ്മാരകമായിട്ട് ഈ കല്ലുകൾ അവിടെ സ്ഥാപിച്ചു. അവരെന്ത് ചെയ്തിരിക്കുകയാണ്, വാഗ്ദത്ത ദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവർ ഈ 40 വർഷവും ഇവർ ഈ മരുഭൂമിയിലൂടെ നടന്നു. അടിമത്തത്തിൽ നിന്ന് നേരെ അവരെവിടേക്കാണ് വന്നത്? അവർക്ക് പാർക്കുവാനായിട്ട് വീടുണ്ടായിരുന്നോ? അവർക്ക് പാർക്കുവാൻ വീടുണ്ടായിരുന്നില്ല, അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നുള്ള സുഖ സൗകര്യങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഈ 40 വർഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്, മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുതലും കൃപയും അവരോട് കൂടെ ഇരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം, ആ അടിമത്തത്തിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ശാരീരികമായി അവർ മോചിക്കപ്പെട്ടു. എന്നിരുന്നാലും നമ്മൾ ഇസ്രായേൽ മക്കളുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ആത്മീയമായിട്ട് ആ അടിമത്തത്തിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടില്ല, വിടുതൽ പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരിപ്പോഴും എവിടെയായിരുന്നു? ആ അടിമത്തത്തിൽ, മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടക്കുവാൻ ആഗ്രഹിച്ചവർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് ഈ 40 വർഷം എന്ത് ചെയ്യേണ്ടി വന്നത്, ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ അവർക്ക് ചുറ്റിക്കറങ്ങേണ്ടി വന്നത്, അല്ലേ? ഇതൊക്കെയും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതവുമായിട്ട് നമ്മളിതിനെല്ലാം എന്ത് ചെയ്യണം, താരതമ്യം ചെയ്തു പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 സംഭവമാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ചെങ്കടൽ എന്ത് ചെയ്തിരിക്കുന്നു, വിഭാഗിച്ചിരിക്കുന്നു. 2, യോർദാൻ വിഭാഗിച്ചിരിക്കുന്നു. രണ്ടും സമാന സംഭവങ്ങളാണ് തോന്നുമെങ്കിലും രണ്ടിനും വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഉള്ളത്, അല്ലേ? ഒന്ന് എന്താണ്, അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു, ഓടി അവർ എന്ത് ചെയ്താണ്, പോന്നവരാണ്, അല്ലേ? അന്ന് അവർ വളരെ തിടുക്കത്തിലായിരുന്നു ചെങ്കടൽ കടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
അവർ വടി പിടിച്ചുകൊണ്ട് വളരെ വേഗം അവരെന്ത് ചെയ്തു, ചെങ്കടൽ കടന്നുവെങ്കിൽ ഇന്ന് യോർദാൻ കടക്കുമ്പോൾ അവരെന്താണ്, അവർ ധൈര്യമുള്ളവരായിട്ടാണ് യോർദാൻ കടക്കുന്നത്, അവർ സന്തോഷമുള്ളവരായിട്ടാണ് യോർദാൻ കടക്കുന്നത്. യോർദാനിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കല്ലുകൾ പിറക്കിയിട്ടുണ്ട്. അതിന് സ്മാരകങ്ങളാണ് ദൈവം അവർക്ക് ചെയ്ത, മുൻകാലങ്ങളിൽ ദൈവം അവർക്ക് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് അവരുടെ തലമുറയോട് പറയുവാനുള്ളൊരു സ്മാരകമായിട്ട് അതിനെ സ്ഥാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇവരെന്താണ് ചെയ്തത്, ഇവർ ഈ അടിമത്തത്തിൽ നിന്ന് പെട്ടെന്ന് അവരെന്ത് ചെയ്തു, ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ അടിമത്തം പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി അവരെന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു രാജ്യത്തിലേക്ക് അവർ പ്രവേശിക്കാൻ പോവുകയാണ്. ആ രാജ്യത്തിലെ അധിപതികളായിട്ട്, ആ രാജ്യത്തെ വാഴുവാനായിട്ട്, ആ രാജ്യത്തിലെങ്ങും അവരുടെ തലമുറകൾ വളർന്നു വരുവാൻ വേണ്ടി അവരെന്ത് ചെയ്യുകയാണ്, പുതിയൊരു രാജ്യത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ. ആ ജീവിതം എങ്ങനെയുള്ള ജീവിതമാണ്, അത് വ്യത്യസ്തതകൾ നിറഞ്ഞ ജീവിതമാണ്. ഇതുവരെ അവർ വന്നതുപോലെയല്ല, ഈ 40 വർഷം അവർ അനുഭവിച്ച കാര്യങ്ങൾ പോലെയല്ല ഇനി തുടർന്നുള്ള ജീവിതം. അവരൊരു സ്വസ്ഥതയിലേക്ക് എന്ത് ചെയ്യുകയാണ്, പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും അറിയാം, നമ്മളെപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെന്താണ്, അവിടെ നമ്മൾ അങ്ങനെ അങ്ങ് ആയിരിക്കും അല്ലേ. ആ സുരക്ഷിതത്വത്തിൽ ഇങ്ങനെ ആയിരിക്കും. ഇവിടെയും ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുകയാണ്, ഒരു സുരക്ഷിതത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവർക്ക് ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ടതില്ല. അവർക്ക് ആവശ്യമായതെല്ലാം അവർക്ക് ഈ ചെന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഈ ചെന്ന ദേശത്ത് അവർക്ക് ആവശ്യമായത് എല്ലാം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ജീവിക്കുമ്പോൾ ഇനി കൂടുതൽ സൂക്ഷ്മതയോടുകൂടി അവർ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് അല്ലേ. നമ്മളും എന്ത് ചെയ്യുകയാണ്, ഈ വാഗ്ദത്ത ദേശത്തേക്ക് പോകാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് പല കാര്യങ്ങൾ ദൈവം സന്തോഷിക്കുവാനും അവനെ സ്തുതിക്കുവാനും ഒക്കെ ആയിട്ട് പല കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെയൊക്കെ വിട്ട് നമ്മൾ ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ യോർദാൻ്റെ അനുഭവം എന്ന് പറയുന്നത് വലിയ ഒരു അനുഭവമാണ് അല്ലേ. അല്ലെങ്കിൽ ചെങ്കടൽ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കാണ് വന്നത് എങ്കിൽ ഇവരിവിടെ എന്ത് ചെയ്യുന്നതാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് വന്ന ഒരു അനുഭവമാണ് യോർദാൻ കടന്നപ്പോൾ ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അതുവരെ അവർ മന്നയാണ് ഭക്ഷിച്ചതെങ്കിൽ ഇനി അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി ആ ദേശത്തിലെ വിളവുകളെ തന്നെ ദൈവം അവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ മുമ്പിലുള്ള ഈ തടസ്സങ്ങളെയൊക്കെ മാറ്റി അവരെ ഒരു സ്വസ്ഥതയിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം ഇത് തന്നെയാണ് ഇനി ആത്മീയരായ നമ്മളും പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നു, ഇത് ശാശ്വതമായ ഒരു ലോകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത്, വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഈ യോർദാനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഏലിയാവിനെ നമുക്ക് ഓർമ്മ വരും അല്ലേ. ഏലിയാവ് എവിടെ വെച്ചാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്, യോർദാനിൽ വെച്ചാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനം എവിടെയാണ് നടന്നത്, യോർദാൻ നദിയിലാണ് നടന്നത്. അതുവരെ സ്നാനത്തിന് മുമ്പ് വരെ ഒരു സ്വകാര്യ ജീവിതമാണ് കർത്താവായ യേശുക്രിസ്തു നയിച്ചിരുന്നതെങ്കിൽ ഇനി കർത്താവായ യേശുക്രിസ്തു നയിക്കാൻ പോകുന്നത് ഒരു പൊതുജീവിതമാണ് അല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്, ജീവിക്കുകയാണ്. അതുവരെ തൻ്റെ സ്വകാര്യതയിലാണ് ജീവിച്ചതെങ്കിൽ ഇനി മുതൽ എന്ത് ചെയ്യുകയാണ്, തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാനുള്ളൊരു സമർപ്പണ മനോഭാവം ഈ യോർദാനിൽ മുങ്ങി നിവർന്നപ്പോൾ എവിടെ കർത്താവായ യേശുക്രിസ്തുവിന് വന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത് യോർദാൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനുള്ളൊരു കവാടമാണ് യോർദാൻ എന്ന് പറയുന്നത്. അപ്പം ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. അപ്പം ഈ യോർദാനിലേക്ക്, ഈ വാഗ്ദത്ത ദേശത്തേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, നന്മ ചെയ്യുക, ദൈവവചനം പഠിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ തലമുറകൾക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ഒരു സാക്ഷ്യമായിട്ട് അവരുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ തലമുറകളൊക്കെ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്,
ഈ പറയുന്നവർ അല്ലെങ്കിൽ ഈ പ്രസംഗിക്കുന്നവർ, ഈ ശാവസ്കൂൾ പാഠം പഠിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അവരൊരിക്കലും ഒരു മാതൃകയുള്ളവരല്ല. പറയുമ്പോൾ മാത്രം അവർക്ക് എന്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും പ്രവൃത്തിയിൽ എന്താണ്, ഇതിന് വിപരീതമായ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു പറയുന്ന അനേകം യുവജനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മോട് ഓരോരുത്തരോടും ദൈവം പറയുന്നത്, നമുക്ക് പറയുവാൻ ഒരു നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. ആ സാക്ഷ്യത്തിന് തക്കതായ പ്രവൃത്തി നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആശയങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിലൊക്കെ ഉണ്ടായിരിക്കണം. ഈ ദൈവത്തിൻ്റെ ഈ സ്വഭാവം നമ്മൾ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും എന്നാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് യോർദാൻ കടക്കുവാൻ ദൈവം അവരെ സഹായിച്ചതുപോലെ, വാഗ്ദത്ത ദേശത്തേക്ക് അവരെ പ്രവേശിക്കുവാനായിട്ട് ദൈവം സഹായിച്ചതുപോലെ, നമ്മയും ഈ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്ന സ്വർഗീയ വാഴ്ത്തോട്ട പിതാവേ, വീണ്ടും ഒരു ആശീർവാദത്തിലായിരിക്കാനും അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും നൽകി കൃപയ്ക്ക് എന്നിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പ ദൈവം ഇന്ന് അടിയങ്ങൾ പഠിക്കുന്ന പാഠം അടിയങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാണമെന്ന് അടിയങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തമ്മോട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.